السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. قد قال الله تعالى في قرآنه الكريم: وخذ العفو وأمر بالعرف وأعرض عن الجاهلين. صدق الله العلي العظيم. റഹ്മാനും റഹീമുമായ അല്ലാഹു ജല്ല ശഅ്നുഹു അമ്മ നവാലുഹു നമ്മുടെ ഈ ഒത്തുചേരലിനെ സാലിഹായ അമലായി അല്ലാഹു കബൂലാക്കട്ടെ. ഇതിൻ്റെ സൽഫലങ്ങൾ ഇഹത്തിലും പരത്തിലും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വളരെ ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു വേദിയിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് വിരമിക്കലാണ് ബാധ്യത, അതാണ് ധർമ്മമെന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിരമിക്കുന്നു. അല്ലാഹു ജല്ല ശഅ്നുഹു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് കുടുംബമായും കൂട്ടമായും സാമൂഹ്യമായും സമുദായമായും ജീവിക്കാനാണ്, ഒറ്റയ്ക്ക് ജീവിക്കാനല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച തമ്പുരാൻ ആദം നബിയോട് പറഞ്ഞത് ഉസ്കുൻ അന്ത വ സൗജുകൽ ജന്ന, ഓ ആദം, നീയും നിന്റെ ഇണയും കൂടെ സ്വർഗത്തിൽ താമസിച്ചുകൊള്ളൂ എന്നാണ്. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ താമസിക്കാൻ അള്ളാഹു തുടക്കത്തിൽ തന്നെ അനുവദിച്ചില്ല. ആദം നബിയോടൊപ്പം അള്ളാഹു ഒരു ഇണയെയും കൂടെ സൃഷ്ടിച്ച് അവരോടൊത്തുള്ള ജീവിതത്തിനാണ് മനുഷ്യൻ്റെ ആദ്യം തന്നെ തുടക്കം കുറിക്കുന്നത്. ആ ആദിമ മനുഷ്യരായ ആദമും ഹവ്വയുമാണ് റളിയല്ലാഹു അലൈഹിമസ്സലാം ഭൂമി ലോകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സനദ് വാങ്ങിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന 27 ആലിമീങ്ങൾ 2-3 വർഷത്തെ ഹിഫ്ളിൻ്റെ പഠനത്തിന് ശേഷം 6 വർഷം പഠിച്ച ദീൻ, അള്ളാഹുവുമായുള്ള ബന്ധമാണ് ദീനിൽ ഒന്നാമത്തേതെങ്കിൽ, ദീൻ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം മനുഷ്യന് തൻ്റെ സഹജീവികളുമായുള്ള ബന്ധമാണ്, അത് നന്നാക്കലാണ്. അള്ളാഹുവുമായുള്ള ബന്ധം എത്ര നിലയിലും നന്നാക്കി തൻ്റെ സഹജീവിയോടുള്ള ബന്ധം സൂക്ഷിക്കാതെ, അതിനെ വേണ്ടുവോളം ശ്രദ്ധിക്കാതെ, അതിനുള്ള പരിഗണന നൽകാതെ, അതിൻ്റെ ബാധ്യത നിർവഹിക്കാതെ ഒരിക്കലും ഒരാളുടെ ദീൻ പൂർണ്ണമാവുകയില്ല. ദീനിൽ അയാൾ ഒരിടത്തും എത്തുകയില്ല. അള്ളാഹുവിൻ്റെ വചനം ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിശുദ്ധ ഖുർആനിലെ വിശേഷപ്പെട്ട ഒരു ആയത്താണിത്. ഈ ഒരൊറ്റ ആയത്തല്ലാതെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് വേണ്ടി വേറൊന്നുമില്ലെങ്കിലും മനുഷ്യൻ്റെ മാർഗദർശനത്തിന്, മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിന്, അവൻ്റെ സാമൂഹിക സന്ധാരണത്തിന്, ഇവിടുത്തെ സമാധാനത്തിന് ഈ 3 വാക്കുകളുടെ ആശയം മാത്രം മതിയാകുമെന്നാണ് വിശ്വപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നീ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക, മാപ്പ് നൽകാൻ നീ സന്നദ്ധനാവുക. 1, നന്മ പ്രവർത്തിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുക. മറുപക്ഷത്തിൽ നിന്ന് വിവരമില്ലാതെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനോട് ആ നിലയിൽ പ്രതികരിക്കാതെ നിന്റെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണം ഉണ്ടാവുക. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിലും അതേപോലെ സമുദായത്തിലും സമൂഹത്തിലും തൻ്റെ നാട്ടിലും ഗ്രാമത്തിലും മദ്രസയിലും ജോലിസ്ഥലത്തും എല്ലാ രംഗത്തും സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കുന്നതിനോടൊപ്പം തൻ്റെ സഹജീവിയോടുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ മനുഷ്യന് കഴിയും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന. അല്ലാഹു ജല്ല ശഅ്നുഹു സ്വർഗീയ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നാളെ സ്വർഗലോകത്തെത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു പ്രത്യേക അവസ്ഥാന്തരം ഉണ്ടാക്കും. അവരുടെ മനസ്സിൽ ആരോടും ഒരു വിദ്വേഷമോ പകയോ അസൂയയോ കുശുമ്പോ ദേഷ്യമോ വിരോധമോ ഒന്നും ഉണ്ടാകാത്തൊരു ഹൃദയം അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കും. മഹാന്മാർ പറയുന്നു, ഈ ഒരവസ്ഥയിലേക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഇത്തരം ശുദ്ധമായ ലളിതമായ സുന്ദരമായ ഹൃദയത്തോടെ സ്വർഗാവകാശികളാകണമെങ്കിൽ ഇഹലോകത്തും അങ്ങനെയുള്ള ഒരു ഹൃദയത്തെ സൃഷ്ടിക്കാൻ, അങ്ങനെയുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി മനുഷ്യൻ തയ്യാറാകണം. അതിനാണ്
മനുഷ്യൻ അല്ലാഹു തആല ബന്ധങ്ങൾ നൽകി. ആ ബന്ധങ്ങളെ വേണ്ട വിധം പരിഗണിക്കുക, സ്നേഹിക്കുക, അനുതാപമുണ്ടാവുക, സഹിഷ്ണുതയോടെ നോക്കുക, പരിഗണിക്കുക, സഹായിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി വന്ന ആദ്യ ഘട്ടത്തിൽ പഠിപ്പിച്ച ഉന്നതമായ മൂല്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പരസ്പരമുള്ള ബന്ധങ്ങളെ സൂക്ഷിക്കുക, നന്നാക്കുക എന്ന് പറയുന്നത്. അതിന് തെളിവായി മഹാന്മാർ ഉദ്ധരിക്കും, അബൂ സുഫിയാൻ ഹിർക്കലിന്റെ സമക്ഷത്തിൽ പോയി, എന്താണ് ആ നബി നിങ്ങളെ പഠിപ്പിക്കുന്നത്, മുഹമ്മദ് എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എതിരാളിയായിരുന്ന അബൂ സുഫിയാൻ അന്ന് പറഞ്ഞത്, യഅ്മുറുനാ ബിസ്സലാത്തി വസ്സദിഖി വൽ അഫാഫ വസ്സിലതി വഹുസ്നിൽ ജിവാർ. നല്ല ബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നു, നല്ല സ്നേഹമുണ്ടാക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നു. മക്കയിൽ വെച്ച് പഠിപ്പിച്ച അതേ കാര്യം ഹബീബായ മുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ എത്തിയപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു, മദീനയിൽ നിർവഹിക്കപ്പെട്ട ആദ്യത്തെ ഖുത്ബ, വെള്ളിയാഴ്ചയിലെ ആദ്യത്തെ ഖുത്ബ, ജുമുഅ മസ്ജിദ് എന്ന പേരിൽ മദീന മുനവ്വറയിൽ ഒരു പള്ളി കാണാൻ കഴിയും. ആ പള്ളിയിലാണ്, മദീന മുനവ്വറയിലാണ് ഈ ഇസ്ലാമിക ലോകത്തെ ചരിത്രത്തിൽ ആദ്യത്തെ ഖുത്ബ നടന്നത്. നബി തങ്ങളുടെ അന്നത്തെ ഹ്രസ്വമായ ഖുത്ബ ഇങ്ങനെയായിരുന്നു എന്ന, അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലു അൽ ജന്നത ബിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും പഠിപ്പിച്ചത് അത് തന്നെയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നല്ല ബന്ധമുണ്ടാക്കുക. നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ, അല്ലാഹു നൽകിയ പവിത്രമായ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക. ഗുരു ശിഷ്യ ബന്ധം ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. മാതാപിതാക്കളുമായുള്ള ബന്ധം പ്രധാനമാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം പ്രധാനമാണ്. അല്ലാഹു ഈ ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കിയും സൂക്ഷ്മതയോടെ പാലിച്ചും ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സമുദായത്തിലേക്ക് ആലിമീങ്ങളായി ഇറങ്ങുന്ന ഈ 27 പണ്ഡിതന്മാർക്കും ഹാഫിളിങ്ങൾക്കും അല്ലാഹു ദീനിനെ നന്നായി മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളും തൗഫീഖുകളും നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.